പൊതുപ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രാധാന്യം കൂടി വരുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയമാണിത്. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ പല വേദികളിലും നമ്മൾ കാണുന്നുണ്ട്. അവർ നമ്മളെയും കാണുന്നുണ്ട്. നാടിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഒന്നുകിൽ ഭാവാത്മകമായി, അല്ലെങ്കിൽ നിഷേധാത്മകമായി. അതുകൊണ്ട് അതിപ്രധാനമായ ഒരു ശുശ്രൂഷ പ്രവർത്തന രംഗമാണ് രാഷ്ട്രീയം എന്നുള്ളത്. ഈ രാഷ്ട്രീയ രംഗത്ത്, പ്രവർത്തന രംഗത്ത് താരതമ്യേന ക്രൈസ്തവ സാന്നിധ്യം പരിമിതമാണെന്ന് പറയാം, കുറവാണെന്ന് പറയാം. നമുക്കറിയാം, രാഷ്ട്രീയം മതാതീതമായിരിക്കണം, മതേതരമായിരിക്കണം. അത് ശരിയാണ്, അത് തത്വവുമാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള പ്രാതിനിധ്യങ്ങളുണ്ട്. മതസമൂഹങ്ങളെ, വിവിധ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ, ലിംഗഭേദം, ജാതി, പല തരത്തിലുള്ള പ്രാതിനിധ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ജനാധിപത്യത്തിലെ പ്രാതിനിധ്യം എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ക്രൈസ്തവ സാന്നിധ്യമുണ്ടെന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവനകൾ എന്താണെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യം പരിഗണിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ഒരുപക്ഷെ അനേകം ക്രൈസ്തവർ രാഷ്ട്രീയ പ്രവർത്തനത്തെയും പൊതുപ്രവർത്തനത്തെയും നിരാകരിക്കുന്നു, വേണ്ട എന്ന് വയ്ക്കുന്നു, അല്ലെങ്കിൽ സ്വീകാര്യമായിട്ട് കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പൊതുവെ പറയാവുന്നൊരു കാര്യം, അനേകം പേരെ സംബന്ധിച്ച് രാഷ്ട്രീയത്തോട് ഒരു തരത്തിലുള്ള വേണ്ട വേണം ചിന്തയാണ്. അതായത് സാധാരണഗതിയിൽ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തുകയും എന്നാൽ അത്യാവശ്യം വന്നാൽ രാഷ്ട്രീയക്കാരെ സമീപിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന സ്ഥിതി അനേകം പേരെ സംബന്ധിച്ച് ശരിയാണ്. ചെറുപ്പക്കാർ വളരെയേറെ പേര് രാഷ്ട്രീയ പ്രവർത്തനത്തെ, പൊതുപ്രവർത്തനത്തെ അകറ്റി നിർത്തുന്ന പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളാൽ ഇതൊരു സ്വീകാര്യമായ ജീവിത വഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വീകാര്യമായ ജീവിതാവസ്ഥയായിട്ടോ പോലും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പല കാരണങ്ങളും നിഷേധാത്മകമാണ് എന്നുള്ളതും ശരിയാണ്. ഒരുപാട് പേരെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് മതിപ്പില്ലായ്മയുണ്ട്. അതായത് രാഷ്ട്രീയത്തിൽ നടമാടുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന എല്ലാ കൊള്ളരുതായ്മകളും അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് രാഷ്ട്രീയത്തിലെ അഴിമതികൾ, അധികാര മത്സരങ്ങൾ, മറ്റു തരത്തിലുള്ള നിയമലംഘനങ്ങൾ, അതിനുള്ള വഴികൾ, ഒത്താശകൾ, ഇതെല്ലാം അസ്വീകാര്യമായ ഒരു മേഖലയായിട്ട് രാഷ്ട്രീയത്തെ പലരെ സംബന്ധിച്ച് മാറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. ഏറ്റവും പ്രധാനമായിട്ട്, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അടിക്കടി ആരോപിക്കപ്പെടുന്ന അഴിമതി ആരോപണങ്ങൾ, അത് വലിയ നിഷേധാത്മകമായ ഫലം സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. യാതൊരു മുതൽ മുടക്കും കൂടാതെ എത്രയും വേഗം അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തങ്ങളുടെ ആസ്തി 10 മടങ്ങ് പല തവണ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു വ്യവസായം പോലെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ളത് അനേകം പേരുടെയും അവബോധത്തിലുണ്ട്, അല്ലെങ്കിൽ അനുഭവത്തിലുണ്ട് എന്നുള്ള കാര്യവും ശരിയാണ്. അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിൽ ഇരയായോ വേട്ടക്കാരനായോ ഇടപെടാൻ താല്പര്യമില്ലാത്ത സാഹചര്യവും അനേകം പേരെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, അകറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. കുടുംബങ്ങൾ സാധാരണഗതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിത അവസ്ഥയോ അല്ലെങ്കിൽ ഒരു സാധ്യതയോ പോലുമല്ല പലപ്പോഴും രാഷ്ട്രീയം എന്നുള്ളതും വാസ്തവമാണ്. കാരണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് നഷ്ടപ്പെട്ടു പോവുകയും നശിച്ചു പോവുകയും ചെയ്ത കഥകൾ പല കുടുംബങ്ങളുടെയും ഓർമ്മയിലും സമീപത്തും അനുഭവത്തിലും ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതുപോലെ തന്നെ സഭയും വളരെ കാര്യമായിട്ട് അടുത്ത കാലം വരെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് തങ്ങളുടെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതും സത്യമാണ്. നിഷേധിച്ചിട്ടില്ല, അതേസമയം വലിയ പ്രോത്സാഹനം കൊടുക്കാതിരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, സഭാ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകാതിരിക്കണം എന്നുള്ള അലിഖിതമായൊരു നിയമമെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ, ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് അനേക കാരണങ്ങൾ, പ്രത്യേകിച്ച് പഠിച്ച് നല്ല ജോലി നേടി സ്വദേശത്തോ വിദേശത്തോ ജീവിച്ച് സമ്പാദിക്കണം എന്നുള്ള വിചാരം അനേകം പേരെ ഭരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പിന്നെ അനേക കാരണങ്ങൾ കൂടി നിൽക്കുന്ന ഈ മേഖലയിൽ താല്പര്യത്തോടുകൂടെ ഒരു ദൈവവിളി എന്ന മട്ടിൽ സ്വീകരിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും ശുശ്രൂഷ ചെയ്യാനും മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം
താരതമ്യേന കുറവാണ് ക്രിസ്തീയ സമൂഹത്തിൽ എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പൊതുപ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൊതുവായ ഒരു സ്വീകാര്യത നമ്മളുടെ ഇടയിൽ കൂടുതലായി കിട്ടേണ്ടതുണ്ട്. വ്യക്തികൾക്ക് തങ്ങളുടെ തീരുമാനങ്ങൾ, തങ്ങളുടേതായ വഴികൾ തീർച്ചയായിട്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാൻ വ്യക്തികൾക്ക് അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനെ നമ്മൾ ഇകഴ്ത്താൻ പാടില്ല എന്നുള്ളതും സത്യമാണ്. എന്നാൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള ഈ താല്പര്യം ക്രൈസ്തവ യുവതി യുവാക്കളുടെ ഇടയിൽ ജനിപ്പിക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്ന നിലയിൽ, സമുദായം എന്ന നിലയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനാദ്യം നടക്കേണ്ട പടി, ആദ്യമായിട്ടുണ്ടാകേണ്ട സംഗതി ഈ വിഷയത്തെപ്പറ്റി, അനുബന്ധമായ കാര്യങ്ങളെപ്പറ്റിയുള്ള തുറന്ന ചർച്ചകളാണ്. ആദ്യത്തെ പടിയാണ്. ആദ്യത്തെ പടി ഇലക്ഷനിൽ കുറേ പേര് നിൽക്കുന്നു, മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആദ്യത്തെ പടി ഈ കാര്യത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം ജനിപ്പിക്കുന്ന തരത്തിലുള്ള തുറന്ന ചർച്ചകളും അനുകൂലമായ അന്തരീക്ഷങ്ങൾ ജനിപ്പിക്കലും അതുപോലെ നല്ല ബോധ്യങ്ങൾ കൈമാറലുമാണ്. ഇതിനെ നമ്മളെ സഹായിക്കുന്ന ഏതാനും അടിസ്ഥാന ചിന്തകളും ബോധ്യങ്ങളുമാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യമായി പറയാനുള്ളത്, പൊതുപ്രവർത്തനം എന്നുള്ളത് ഒരു ദൈവവിളിയായിട്ട് ഒരാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പൊതുപ്രവർത്തനം എന്നുള്ളത് തന്നെ ഒരു ദൈവവിളിയായിട്ട് ഒരാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പഴയ നിയമത്തിൽ ദൈവം ഒരു ജനത്തെ ഒരുക്കി വളർത്തിക്കൊണ്ടുപോരുമ്പോൾ ആ ജനത്തെ നയിക്കാനുള്ള രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും കർത്താവ് തന്നെ തിരഞ്ഞെടുത്ത് നിയോഗിക്കും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനമായിരുന്നു അവരെ നയിക്കാൻ കർത്താവ് യോഗ്യരായ, യുക്തരായ ആൾക്കാരെ നയിക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ശുശ്രൂഷ തന്നെ എത്രയോ വലിയ തലങ്ങളിൽ നിന്നതാണ്. ആത്മീയമായ ഒരു ശുശ്രൂഷ മാത്രമായിരുന്നില്ല അത്, മറിച്ച് ഈ ആത്മീയമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ മോശ ചെയ്തുകൊണ്ടിരുന്നത് അപ്പത്തിൻ്റെയും ജലത്തിൻ്റെയും ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ ജനത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പൊതുപ്രവർത്തനം എന്നുള്ളത് രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിലും അതിന് ദൈവവിളിയുടെ സ്വഭാവം ആർജിക്കാൻ സാധിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാര്യം, അതായത് ഒരാളും തനിക്ക് വേണ്ടി തന്നെ അല്ല ജീവിക്കേണ്ടത്, എല്ലാവർക്കും വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി പരസ്പരം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത പൊതുവെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൽ ജനാധിപത്യത്തെപ്പറ്റിയും ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ എടുക്കാവുന്ന പരാമർശങ്ങൾ നമ്മൾ കണ്ടു എന്ന് വരികയില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഈ ശുശ്രൂഷയുടെ അവബോധം മനുഷ്യരുടെ ഇടയിൽ ജനിപ്പിക്കുന്ന തരത്തിൽ അനേകം കാര്യങ്ങൾ പുതിയ നിയമത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പൊതുപ്രവർത്തനം എന്നുള്ളത് ഒരു ദൈവവിളിയായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാനും സ്വീകരിക്കാനും സാധിക്കും. രണ്ടാമതായി, പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന ആൾക്ക് ക്രൈസ്തവ ബോധ്യങ്ങളനുസരിച്ചാണ് അത് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ദൈവരാജ്യ സ്ഥാപനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും. ക്രൈസ്തവ ബോധ്യമനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ദൈവരാജ്യ സ്ഥാപനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം ഈശോ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ വായിച്ച വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യം, തന്നെക്കുറിച്ച്, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞ കാര്യം, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തൻ്റെ ശുശ്രൂഷ താൻ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞ കാര്യം. ഇതേ കാര്യങ്ങൾ തികച്ചും ഭൗതികമായ അർത്ഥത്തിൽ തന്നെ നിർവഹിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുവഴി അവർ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ പടിയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അപ്പോൾ ദൈവരാജ്യ സ്ഥാപനത്തിൽ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അംശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൗതികമായ തലത്തിൽ കാര്യമായ രീതിയിൽ, ഭാവാത്മകമായ രീതിയിൽ പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടും ഘടനാപരമായ രീതിയിൽ, സ്ട്രക്ചറലായ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഇടയാവും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനം, എല്ലാവരും സോദരർ അല്ലെങ്കിൽ ഫ്രത്തേലി തൂത്തി എന്ന പേരിലുള്ള ചാക്രിക ലേഖനത്തിൻ്റെ 186-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ പറയുന്ന ഒരു കാര്യം, ഒരു പുഴ അത് കടക്കാനായിട്ട് ഒരു വൃദ്ധനെ നിങ്ങൾ സഹായിക്കുകയാണ് എന്ന് കരുതുക. അയാളെ കൈപിടിച്ച് പുഴ കടത്തി വിടുന്നു. അതൊരു ഉപവി പ്രവൃത്തിയാണ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്.
എന്നാൽ നിങ്ങൾ ചെയ്ത കാര്യം അല്പം കൂടെ ഘടനാപരമായ രീതിയിൽ നീണ്ടു നിൽക്കുന്ന ഫലങ്ങളോടുകൂടെ ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരന് സാധിക്കും. അയാൾക്ക് ആ സ്ഥലത്ത് ആ പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അതും സ്നേഹപ്രവൃത്തിയാണ് എന്നാണ് മാർപ്പാപ്പ പറയുന്ന കാര്യം. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിൽ കാര്യമായ രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ പങ്കുപറ്റാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പൊതു നന്മ, കോമൺ ഗുഡ് അല്ലെങ്കിൽ നീതി ഇവയെല്ലാം നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം 1913 മുതൽ 15 വരെയുള്ള ഖണ്ഡികകളിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ കടമയാണ്. ഒരു സമൂഹത്തിൽ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പരിധിക്കുള്ളിലെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവമായ കടമയാണ്. അത് കാര്യമായ രീതിയിലും വളരെ സജീവമായിട്ടും ക്രിയാത്മകമായിട്ടും ചെയ്യാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സാധിക്കും. പ്രത്യേകിച്ചും മതേതരമായ രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജാതി മതഭേദമന്യേ ഈ സേവനത്തിൻ്റെ ഫലം എത്തിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സാധിക്കും. അതിന് സഹായിക്കുന്ന ക്രൈസ്തവ ബോധ്യങ്ങൾ തീർച്ചയായിട്ടും അനേകമുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ രാഷ്ട്രീയ സാന്നിധ്യവും പ്രാതിനിധ്യവും ക്രൈസ്തവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലെ ക്രൈസ്തവ പൗരന്മാരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ക്രൈസ്തവരുടെ പ്രാതിനിധ്യം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാതെ നോക്കാനുള്ള പ്രത്യേകമായ അവസരവും കടമയും അവർക്ക് കൊടുക്കും. അതായത് ഒരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ഒരാളും പാർശ്വവൽക്കരിക്കപ്പെടാൻ പാടില്ല, ഒരാളും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ഒരാളുടെയും ഒരു കച്ചവടക്കാരൻ്റെയും കച്ചവടം പൊട്ടിപ്പോകാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ഒരാൾ പോലും സ്ഥലം വിറ്റ് ആ നാട് വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ഒരാളുടെ സംവരണ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ഒരാളുടെ ജോലി സാധ്യത ഇല്ലാതാകാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്നതിൻ്റെ പേരിൽ ഒരാൾ ഒരു ജനപ്രതിനിധിയാകാനുള്ള സാധ്യത കൈവിട്ടു പോകുന്ന സാധ്യത ഉണ്ടാകാതിരിക്കണം. അതുപോലെ മതകാര്യങ്ങളിൽ വിവേചനം നേരിടാൻ ഇടയാകാതിരിക്കണം. പ്രണയക്കെണികളിൽ നമ്മളുടെ കുട്ടികൾ പെട്ടുപോകാതിരിക്കാനുള്ള കരുതലും ആ സാധ്യതകളെല്ലാം ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അനേക കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് വിശ്വാസികളുടേതായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അത് ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ രാഷ്ട്രീയ സാന്നിധ്യം ഉപകാരപ്പെടും, സഹായിക്കും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ കുറ്റം പറയുകയും മാറ്റി നിർത്തുകയും അന്ധകാര മേഖലയായിട്ട് കാണുകയും ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ക്രിയാത്മകമായിട്ടുള്ള സമീപനമല്ല. ക്രിയാത്മകമായ സമീപനം എന്നുള്ളത് രാഷ്ട്രീയത്തെ നവീകരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും പ്രവർത്തന രീതിയും അതിൻ്റെ ഫലദായകത്വത്തെയും നവീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയൊക്കെ അധികാരവും പണവും സ്വാധീനവും ഒന്നിച്ചു വരുന്നോ, അധികാരം, പണം, സ്വാധീനം, ഇത് മൂന്നും ഒന്നിച്ചു വന്നാൽ ജീർണതയുണ്ടാകുമെന്നുള്ളത് സാധാരണ സത്യമാണ്. ജീർണതയുണ്ടാകും, പലതരത്തിലുള്ള ജീർണതകൾ ഉണ്ടാകും. അപ്പോൾ ഈ ജീർണതകളെ മറികടക്കും വിധത്തിൽ ഈ മേഖലയെ ശുദ്ധീകരിക്കാൻ ക്രൈസ്തവ ബോധ്യങ്ങളുള്ള, സുവിശേഷ പ്രമാണങ്ങൾ വിശ്വസിക്കുന്ന, സ്വീകരിക്കുന്ന, ഏറ്റുപറയുന്നവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ എല്ലാവരും ഒരു ശർക്കരക്കുരത്തിൽ എല്ലാവരും കൈയിടുന്നു, എനിക്കും ഞങ്ങൾക്കും കൈയിടണമെന്ന് പറയുന്നതല്ല രാഷ്ട്രീയത്തിലെ ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ ന്യായീകരണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നവീകരണം എന്നുള്ള ഈ ഒരു സാധ്യതയെപ്പറ്റി കൂടെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നവീകരണം വരാനുള്ള വഴി രാഷ്ട്രീയത്തെ വീണ്ടും വീണ്ടും ഒരു സേവന മേഖലയാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ കൂടുതൽ സേവനത്തിനുള്ള വിശാലമായൊരു വഴിയായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ചെയ്യുന്ന അനേകം പേരുണ്ട്. തികച്ചും അന്ധകാരം നിറഞ്ഞൊരു മേഖലയല്ല, മറിച്ച് വളരെ പ്രകാശപൂർണമായ രീതിയിൽ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന ക്രൈസ്തവരും അല്ലാത്തവരുമായ കുറേയേറെ പേരുണ്ട്. അവരുടെ കുലം വർദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനവിക മൂല്യങ്ങൾക്ക്, മതേതരമായ മൂല്യങ്ങൾക്ക്, സുവിശേഷത്തിൻ്റെതായ മൂല്യങ്ങൾക്ക് സാക്ഷികളെ ആവശ്യമുണ്ട്. അവരൊക്കെ വലിയ മാതൃകകളായിട്ട് വീണ്ടും വീണ്ടും ഈ പൊതുപ്രവർത്തന മണ്ഡലങ്ങളിൽ ഉദിച്ച് വരേണ്ടതുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്.
അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ പ്രായോഗികമായിട്ട് പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സമുദായം എന്ന നിലയിൽ, സഭയെന്ന നിലയിൽ, വിശ്വാസ സമൂഹം എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒന്നാമതായി അൽമായരുടെ ശാക്തീകരണം അത് കാര്യമായിട്ട് നടക്കേണ്ടതുണ്ട്. തത്വത്തിൽ ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അൽമായർ ശക്തീകരിക്കപ്പെടണം. ഒപ്പം തന്നെ അവരുടെ ദൃശ്യ സാന്നിധ്യം സാധിക്കുന്നിടത്തെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. അതായത് അവരുടെ ദൃശ്യപരത അവർ കൂടുതൽ കൂടുതൽ വെളിവാക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ പൊതുസമൂഹത്തിൽ കൂടുതൽ ദൃശ്യരായിട്ട് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അൽമായ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാത്തത് വൈദിക നേതൃത്വമാണോ അല്ലയോ എന്നുള്ള കാര്യം തർക്കിക്കുന്നവരും ന്യായാന്യായങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട്. അത് തർക്ക വിഷയമായിട്ട് അവിടെ നിൽക്കട്ടെ. അതേസമയം നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അൽമായ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ ഒരു പങ്ക് ചിലപ്പോഴെങ്കിലും അൽമായ സമൂഹങ്ങളിൽ തന്നെ ആരോപിക്കുന്ന വ്യക്തികളുമുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. രണ്ടാമതായി നമുക്ക് അതിശക്തമായ ഒരു സഭാ അവബോധവും സമുദായ സ്നേഹവും കൂടി ആവശ്യമുണ്ട്. അത് പറയുമ്പോൾ ഉടനെ തന്നെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇത് മറ്റാർക്കെങ്കിലും എതിരായിട്ടാവരുത്. മറ്റേതെങ്കിലും സമുദായത്തിനോ സമൂഹത്തിനോ മത വിഭാഗങ്ങൾക്കോ എതിരായിട്ടാവരുത്. ആരുടെയും അവകാശങ്ങൾ കവരാൻ വേണ്ടിയിട്ടാവരുത്. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാവരുത്. ആരെയും തകർക്കാൻ വേണ്ടിയിട്ടാവരുത്. മറിച്ച് ഓരോ സമൂഹവും പുഷ്ടിപ്പെടുകയും ബലപ്പെടുകയും ചെയ്യുന്നത് പൊതുസമൂഹത്തെ ശക്തിപ്പെടുത്തുന്നുള്ള അവബോധത്തിൽ നിന്ന് മാത്രം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് പരമ്പരാഗതമായിട്ടും തലമുറയായിട്ടുള്ള വലിയൊരു സുരക്ഷിത ബോധം കേരളത്തിലുണ്ട്. എല്ലാം സുരക്ഷിതമായിരിക്കും, എപ്പോഴും സുരക്ഷിതമായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള വിചാരങ്ങൾ വരേണ്ട കാലമാണ്. എല്ലാം അരക്ഷിതമായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് വിഷയത്തെപ്പറ്റിയുള്ള ചിന്തകളും ചർച്ചകളും ആലോചനകളും കാര്യമായ രീതിയിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നടത്തേണ്ട സമയം കൂടിയാണ് ഇത് എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം അത് നാടിനു വേണ്ടിയുള്ള സേവനമാണ്. നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അനേകം പേര് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സമുദായം എന്ന നിലയിൽ തന്നെയും, അതുപോലെ ഇടവക സമൂഹങ്ങൾ എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ, ചെറുപ്പക്കാരെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ആകർഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അതിന് തക്കതായ മൂല്യബോധം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു വലിയ സേവന മേഖല തന്നെയാണ്. ഒരു നാടിന് വേണ്ടി, ഒരു ജനസമൂഹത്തിന് വേണ്ടി, ഒരു സംസ്കാരത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാലം ഭാരതത്തിൽ ഉദാഹരണമായിട്ട് എടുത്താൽ ക്രൈസ്തവ സമൂഹങ്ങളുടെ, സഭയുടെ സംഭാവനകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും പറയുകയും ചെയ്യേണ്ടതുണ്ട്. അതാരെങ്കിലും മനഃപൂർവ്വം തമസ്കരിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് നമ്മൾ തന്നെയും അതിൽ അഭിമാനപൂർവ്വം അത് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും പറയുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതായത് അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട്, അത് നന്നായിട്ട് പറയപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഒരുപാട് പേരെ ആകർഷിക്കാൻ, കാര്യം അത്ര പ്രസക്തമായി ഫലപ്രദമായ രീതിയിൽ ഇടപെടാൻ കഴിവുള്ള, മൂല്യബോധമുള്ള മനുഷ്യർ വരാൻ വേണ്ടി ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ഊന്നിപ്പറയുന്ന സാഹോദര്യം, പൊതുനന്മ, നീതി, സാധുജന സംരക്ഷണം, മതസൗഹാർദ്ദം തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിച്ച് പറയപ്പെടുകയും അതിനുള്ള ഇടം നമ്മൾ പൊതുസമൂഹത്തിൽ വീണ്ടും കൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ പരോക്ഷമായ രീതിയിലും നിഗൂഢമായ രീതിയിലും മതത്തിൻ്റെ സ്വാധീനം തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പൊതുസമൂഹത്തിൽ പ്രകടമാക്കുക എന്നുള്ള വലിയ കടമയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, രാഷ്ട്രീയമായിട്ട് അല്ലാതെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള പഠനങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ സത്യമായിട്ടുള്ള കാര്യവും വ്യാജമായിട്ടുള്ള കാര്യവും വേർതിരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും
ശരിയാവണമെന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ സഭയെപ്പറ്റി, സമൂഹത്തെപ്പറ്റി, രാഷ്ട്രീയത്തെപ്പറ്റി, ഈ നാടിൻ്റെ ഭാവിയെപ്പറ്റി, പൊതു നന്മയെപ്പറ്റി വരുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യവും ജാഗ്രവത്തായതും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അതിനെപ്പറ്റിയുള്ള അവബോധം കൂടുതൽ തെളിഞ്ഞ് വരികയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ഇത്തരത്തിൽ പൊതു നന്മയ്ക്ക് വേണ്ടി അനേകം പേര് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ വ്യക്തികളുണ്ടാവണം. അത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികൾ ഉണ്ടാവണം. പ്രവർത്തിക്കാൻ കഴിവുള്ള, അതിന് താല്പര്യവും മനസ്സുമുള്ള, പ്രാപ്തിയുള്ള കുട്ടികൾ വളർന്നു വരേണ്ടതുണ്ട്. കുട്ടികളെ വളർത്തുന്ന സമയത്ത് പോലും നമുക്ക് ഈ വളർച്ചയുടെ പ്രായത്തിൽ പോലും പൊതു നന്മ, പൊതുപ്രവർത്തനം, പൊതുസമൂഹത്തിന് വേണ്ടി കൂടെ ജീവൻ അർപ്പിക്കാനുള്ള ഒരു വഴി, ഒരു മാധ്യമം എന്ന രീതിയിൽ രാഷ്ട്രീയത്തെ കാണുകയും മനസ്സിലാക്കുകയും അവരെ അതിൽ നല്ല ആഭിമുഖ്യങ്ങളോടും നല്ല മൂല്യബോധത്തോടും കൂടെ വളർത്തുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു സംഗതിയായിട്ട് പൊതുപ്രവർത്തനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിന്, സഭയ്ക്ക്, നാടിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറുകയും ചെയ്യും ഈ മേഖലയിൽ. അവസാനമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ സർവസമ്മതർ ആവണമെന്നില്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നവർ ആവണമെന്നില്ല. എങ്കിൽ പോലും പൊതുസേവനത്തിനായിട്ട് ജീവിതം അർപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു സംസ്കാരം കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ആ ഗണത്തിലേക്ക് അനേകം പേരെ ആകർഷിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്നാൽ അവമതിക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ആ രാഷ്ട്രീയം എന്ന രംഗത്തെ തന്നെ നിഷേധാത്മകമായിട്ട് നോക്കാൻ അനേകരെ പ്രേരിപ്പിക്കും എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർക്കാം. അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന, വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമോ ഒരു മേഖലയോ അല്ല രാഷ്ട്രീയത്തിൽ അനേകം ചുറുചുറുക്കുള്ള, മൂല്യബോധമുള്ള ക്രിസ്തീയ ചെറുപ്പക്കാർ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു. അതുവഴി രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടുന്നൊരു സാധ്യതയിലേക്ക് വരിക എന്നുള്ള കാര്യം. എങ്കിൽ പോലും ഒരു സ്വപ്നം കാണുന്നതിൻ്റെ വിലയെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഉണ്ടാകും. അതായത് നല്ല ഭാവി, മൂല്യബോധമുള്ള ചെറുപ്പക്കാർ ഇറങ്ങി വരുന്ന, പ്രവർത്തിക്കുന്ന, ഫലമുണ്ടാക്കുന്ന, സ്വാധീനം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയ മേഖലയെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനെങ്കിലും സാധിക്കണം. അത് വരും തലമുറകളെ പ്രചോദിപ്പിക്കാനും അനേകം പേർക്ക് ആത്മശോധന നടത്താനും അതുപോലെ കുറച്ച് പേർക്കെങ്കിലും ഈ രംഗത്തെ കാര്യമായിട്ട് പരിഗണിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാവും. അത് പ്രാപ്തിയായിട്ട് സംഭവിക്കട്ടെ, അത് ഫലത്തിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അനേകരെ പ്രചോദിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യാം.